അമ്മ ഞാനിങ്ങോട്ടെ. അല്ല എടാ, ജമന്തി വിളിച്ചായിരുന്ന ഇങ്ങോട്ട്? ഓ, അവൾ എന്ന് വരും? അവള് 2 ദിവസം കഴിയും. അച്ഛൻ എങ്ങനെയുണ്ട്? ഓ, അച്ഛന്റെ കാര്യമൊക്കെ എന്താ പഴയ പോലെ തന്നെയാണ്. ഇനിയിപ്പോ അത് മാറണമെന്നും ഉണ്ടാവില്ലല്ലോ. ചെയ്യുമെന്ന് പറയാം. എടാ, ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് വല്ലാത്ത അവശതയായി തുടങ്ങി. അവളില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പുറത്തുനിന്ന് എവിടെ തന്നെ കഴിക്കാമ്മ. അല്ല, നീ പുറത്തുനിന്ന് കഴിക്കും, ഞാനെന്തോ ചെയ്യും? അമ്മ തങ്കത്തിനടുത്ത് പോയി കഴിക്കുന്നു. അല്ല, അവളിന്ന് നീ അവിടെ ഉണ്ടാക്കിയാലെന്ന് എങ്ങനെ അറിയാം? കാലത്തെ അമ്പലമൊന്നും അയൽക്കൂട്ടമൊന്നും ഒക്കെ പറഞ്ഞാൽ പോയിരിക്കുന്നത്. ഇനി വന്നിട്ട് ഇവിടെ നിന്ന് ഊന്ന് പറഞ്ഞിട്ട് കയറി വരുന്നെങ്കിൽ അമ്മാ വിശക്കുന്നെന്ന് പറഞ്ഞാൽ വരുന്നോന്ന് ഇനി ദൈവത്തിനറിയാം. അല്ലല്ല, അവളവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കൊച്ചക്കൊള്ളതല്ലേ. അവിടുന്ന് കഴിച്ചെന്താണ്? അവിടെ പോയിട്ട് കഴിക്കേ. എത്രയെന്ന് പറഞ്ഞ് അങ്ങ് പോയി കഴിക്കുന്നത്? ഇവിടെ അവരൊരു കുടിയായിട്ട് അവിടെ കഴിയുന്നത്. ഇവിടെ വൈച്ചും വിളമ്പിയൊക്കെ നിൽക്കണ്ടേ? അതിന് അവളിഞ്ഞ് വന്നാലേ ഒക്കത്തുള്ളൂ. എന്റെ അമ്മ ആരാണ് അവളുടെ? അമ്മയൊക്കെ തന്നെ. എന്താണ് പ്രശ്നം? അത് എന്നൊന്നും എനിക്കതത്ര ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇറങ്ങട്ടെന്നാ. ഇപ്പം നീ പോയിട്ട് വാ. പൊതിയൊന്നും വാങ്ങിച്ചോണ്ട് വരല്ലേ? എനിക്ക് പൊതിയൊന്നും ഇങ്ങോട്ട് വാങ്ങിക്കുകയും വേണ്ട, ആരെങ്കിലും കൊടുത്തയക്കുകയൊന്നും വേണ്ട. ഞാൻ നോക്കട്ടെ. അവിടുന്ന് കഴിച്ചാൽ മതി, അത് നല്ലത്. ഞാൻ കണ്ണിന് ഒരു വല്ലാത്ത ഒരു കുഴപ്പമില്ല. ഇനി വെറുതെ ഇല്ലാത്ത അസുഖങ്ങൾ മുഴുവനെ പറഞ്ഞു തുടങ്ങാൻ. എന്താ കണ്ണിന് കുഴപ്പം? ഒരു കണ്ണട പോലും വേണ്ട, സുഖമായിട്ട് പത്രം പോലും വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കണ്ണിന് കുഴപ്പം. ശരിട്ടാ. എന്താടി എന്താ കാണാനില്ലേ? എവിടെ പോയി? വരച്ചിട്ടല്ല കാര്യമുണ്ടോ? മുതല് സൂക്ഷിക്കാൻ പഠിക്കണം. അപ്പൊ നീ എവിടേക്കാ പോയത്? അമ്പലത്തിൽ പോയിട്ട് എങ്ങനെ പോയത്? അപ്പൊ അവിടെ പോകുമ്പോണ്ടാ? അമ്പലത്തിൽ പോയിട്ട് ഞാൻ പൈസ അടയ്ക്കാൻ പോയി കുടുംബശ്രീയുടെ. അപ്പൊ തിരിച്ചു വരാൻ വേണ്ടി ബസ്സിൽ കയറി. ബസ്സിൽ തിരക്കായിരുന്നാ? ചെയ്യുമെന്ന് പറഞ്ഞ് എവിടെ പോയി തിരക്കും? ബസ്സിൽ കയറിയപ്പോ എന്റെ കഴുത്തിലുണ്ടായിരുന്ന ഞാൻ എന്ത് ചെയ്യോ? ദൈവമേ, ആ 10-40,000 രൂപ വരുന്ന മുതലല്ലേ? അത് വല്ല ബാങ്കിലിട്ടിരുന്നെങ്കിൽ ആ കൊച്ചിന്റെ പേരില്. അതെ, ഈ സാധനം വായിക്കാൻ മാത്രം ഉത്സാഹം കാണിച്ചാ പോരാ, അത് സൂക്ഷിക്കാനൂടി അറിയണം കേട്ടാ. കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. നീ അല്ലെങ്കിൽ എന്തിനാണ് 2 ഇട്ടോണ്ട് പോയത്? നിന്റെ കഴുത്തിലൊരുണ്ടല്ലോ. ആർഭാടം. നിനക്ക് 2 ചെയിനിട്ട് പോണ്ട കാര്യം ഇപ്പം. അത് ഈ അമ്പലത്തിലേക്ക് പോകുമ്പോ കല്യാണം എന്നല്ലോ അമ്പലത്തില് ആണോ? എവിടെ വെച്ചാണ് പോയെന്നറിയാമോ? നീ നേർച്ച കൂടെ നേര്. നേർച്ച നേരാനാണ്. നേർച്ച സാധനം കിട്ടൂ. ഞാൻ അമ്മ നേർന്ന് കഴിഞ്ഞാൽ അതിന് പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ഇനി എവിടെ പോയി തിരക്കാനടി? അത് ആൺകുട്ടികൾ കിട്ടിയിട്ടുണ്ടാവും, അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. എന്തോ തങ്കം, നീ എന്തോന്ന് എന്താ കാര്യം പറ, എന്താ സംഭവിച്ചു? മാല കളഞ്ഞു വന്നിരിക്കുകയാണെന്ന്. അവളെ ചെയിനില്ല, അത് കളഞ്ഞു. കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എങ്ങനെ പോയി? അറിഞ്ഞൂടാ. നിന്റെ കഴുത്ത് കിടന്ന സാധനം നിനക്ക് പോയാ അങ്ങനെ അറിയില്ലേടി? എവിടെ വെച്ച് പോയിന്നു? ബസ്സിലെവിടെ പോയി? വല്ലം പറഞ്ഞാ കൂടിപ്പോവും. ഇങ്ങനെ തന്നെ പറഞ്ഞോടെ, ഇങ്ങനെ തന്നെ പറഞ്ഞു. ഇന്നലെ മര്യാദക്ക് ഞാൻ പറഞ്ഞു ആ പൈസ കുറച്ച് കട ഉണ്ടായി, അത് തീർക്കാന്ന്. അങ്ങ് തീർന്നു പോയനാ. അപ്പൊ എന്റെ പൈസ, എന്റെ മാല പോയല്ല. അല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്ന കേട്ടോടെ ആൾക്കാരെ കാണിപ്പോ. ഞാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം. ഓ പോത്തേ, മന്ത്രിമാരൊക്കെ കള്ളന്മാരോടല്ലേ സഹവസിക്കണത്? വിളിച്ച് പറഞ്ഞ ഉടനെ അങ്ങ്. എടി, പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുത്താ? എടി, പോയ സമയത്ത് ആ കണ്ടക്ടറടുത്തും ഡ്രൈവറടുത്തും പറയണ്ടേ ബസ് നേരെ പോലീസ് സ്റ്റേഷനിൽ വിടണമെന്ന്? പേടിച്ചു. നിനക്ക് അങ്ങനെയെങ്കിലും പേടിയുണ്ടായല്ല. ഇവിടെ കിടന്ന് എൻ്റെ അടുത്ത് ചാടാനും നാക്ക് കാണിക്കാനും മാത്രമേ കൊള്ളാവൂ. പൂത്തിയില്ലാത്ത കഴുത. മാല വേണമെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ അവിടെ എന്തെങ്കിലും പറിച്ചെടുക്കുന്ന സാധനമല്ല മാല. മാല വേണം. പറഞ്ഞ കേക്കൂല അമ്മ. ആൻസറിനെന്ന് പറയണ തീരെ ഇല്ല. അപ്പൊ എന്റെ കയ്യിൽ നിന്നിട്ട് പോയെങ്കിൽ കർത്താവ് എന്നെ ഇവിടെ വെച്ചേക്കൂലായിരുന്നല്ലോ നീ.
ആ മതി കരച്ചിൽ തീർത്താ കണ്ണൊക്കെ അങ്ങോട്ട് തുടക്കി. ഇപ്പൊ അടുത്ത ആഴ്ച എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട്, അന്നേരം ഒരെണ്ണം മാറ്റി തരാം. അത് പറഞ്ഞിട്ട് 1.5 പൗണ്ട് ഇതുപോലത്തെ ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല, ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞെന്നിരിക്കും. നോക്കാം. കരച്ചിൽ നിർത്തി കണ്ണൊക്കെ അങ്ങോട്ട് തുടങ്ങി. കരഞ്ഞ് വിളിച്ച് ഓ എന്തൊക്കെയായിരുന്നു ഇവിടെ. ഭർത്താവ് പറയണ അനുസരിക്കാത്ത. ഇനിയിപ്പോ കരയണ്ട, വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലേ, സമാധാനപ്പെട്. അവനാ വാ 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 ഇങ്ങോട്ട്, ഇവിടെ അങ്ങോട്ട്. എൻ്റെ കർത്താവേ, വലിയമാര് കൈ എറിയാലും ഒരു പ്രശ്നമില്ല. നമ്മളെപ്പോലുള്ള ഒരു ഒന്ന് റൂം അടുത്തുനിന്ന് വെട്ടിപ്പിടിച്ചാൽ അത് ഉടനെ പ്രശ്നമാണ്. MLA ആയിട്ടാണ് എനിക്ക് ഒത്തിരി വെട്ടിപ്പിടിക്കാനൊക്കെ കൈ കയറാനും. മാറ്റിക്കേ, ഞങ്ങൾ പോട്ടെ. ചായ എടുക്ക്. ചായ ഒന്നുമില്ല. തള്ളി ഇടുവോ നീ എന്നെ? ചായ എടുക്ക്. ചായ ഇല്ല. എന്നാ പിന്നെ ചോറെടുക്ക്. ചോറുമില്ല. ചോറുമില്ലേ? എന്ത് പറ്റി? ആണുങ്ങൾ പറഞ്ഞ വാക്കിന് വില ഉണ്ടാവണം. ആരിപ്പോ നിന്നെ എന്തോ പറഞ്ഞു? ആരെന്താ പറഞ്ഞെന്ന് പറ. ആണുങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങളാണല്ലേ. എന്നെ ഞാനാണ്. അല്ല ഞാൻ വെച്ചിട്ട് വേറെ ആരും എന്താ പറഞ്ഞ? ഞാനെന്താ പറഞ്ഞ നിന്നെ? നിങ്ങൾ 2 ആഴ്ച കഴിയുമ്പോൾ എന്താണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ. 2 ആഴ്ച കഴിഞ്ഞ് എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞു? എന്റെ മാല പോലത്തെ വേറെ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ? മാല ഞാൻ പറഞ്ഞല്ലേ. ഞാൻ അന്ന് നിന്റെ കരച്ചിലും ബഹളവും കേട്ടിട്ട് എനിക്ക് നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലേ. അല്ലേ വീട്ടിൽ എനിക്ക് ദേഷ്യം വന്നിരിക്കും കേട്ടോ പീറ്റോ. നിനക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ഓണം വന്ന പോലെയാ. ഓ എടി, നിനക്ക് ദേഷ്യമൊന്നും കൊള്ളില്ല സത്യം. പറ്റാത്ത വാക്ക് എന്തിനാന്നേ പറയണത്? എന്റെ മാല പോയി, ഞാനത് അങ്ങോട്ട് കരഞ്ഞു തീർത്താനല്ലോ. ഇപ്പൊ ഞാനത് ആശിച്ചില്ലേ? എടി നിന്നോട് ഞാൻ അന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, ആ മാല ഇങ്ങട് ആ പൈസ ഇങ്ങട്, മാല വാങ്ങണ്ട, നമുക്ക് ആ സുരേന്ദ്രൻ മുതലാളിയുടെ കടം തീർക്കാന്ന്. അപ്പം കേട്ടില്ല. എന്നാൽ മാല വാങ്ങിയിട്ടെങ്കിൽ അത് എൻ്റെ അടുത്താ ഞാൻ പണയം വെച്ച് 2 ദിവസം ഇട്ടിട്ട് എൻ്റെ ആഗ്രഹം തീർന്നിട്ട് പണയം വെച്ചിട്ട് സുരേന്ദ്രൻ മുതലാളിയുടെ കടം തീർക്കാന്ന്. ഇപ്പം കടം തീർന്നതുമില്ല, മാല പോവുകയും ചെയ്ത് എനിക്കിപ്പോഴും പുറത്തിറങ്ങി സമാധാനമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കറിയാം, നിങ്ങൾ കൊതിയിട്ട് എന്നെ മാല പോയതാ. നിങ്ങൾക്ക് പൈസ തരാത്തോണ്ട്. അത് തിന്നണ സാധനമല്ലേ, അത് കൊതിയിടാൻ. പോടി അവിടുന്ന്. നിന്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ മതി. ഇത്ര അഹങ്കാരം പെണ്ണുങ്ങൾക്ക് പാടില്ല. മാല കിട്ടിട്ട് എന്തോ ആയിരുന്നു, അവിടെ കൊണ്ട് അവളെ കാണിക്കണം ഇവളെ കാണിക്കണം. ഇത് നിന്റെ അഹങ്കാരം കൊണ്ട് പോയത് തന്നെയാണ്. പിന്നെ കണിക്കണ്ട കള്ളന്മാര് വലിച്ചു പൊട്ടിച്ചിട്ട് നിന്റെ അഹങ്കാരം കൊണ്ട് കൊണ്ടുപോടി പറഞ്ഞിട്ടില്ലേ. അത് മര്യാദയ്ക്ക് ഏതെങ്കിലും ബാങ്കിൽ സേഫായിട്ട് ഞാൻ വെച്ചിരുന്നേനെ. എന്നിട്ട് വല്ലപ്പോഴും ഒക്കെ എടുത്തുനിന്ന് കാണുക, വീണ്ടും തിരിച്ച് അതുപോലെ വെച്ചാൽ ഒരു പ്രശ്നമില്ലേ. അങ്ങനെ വേണമായിരുന്നു. ഇത് നിന്റെ ആക്രാന്തവും അഹങ്കാരവും കൊണ്ട്. ആക്രാന്താണെങ്കിൽ ഞാൻ സഹിച്ചു. ഞാൻ കുറെ നാള് മിഷൻ ചവിട്ടി ഉണ്ടാക്കിയതല്ലേ. എന്റെ മാല പോയി. അങ്ങനെ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നില്ല്. പിന്നെ നിനക്ക് സമാധാനിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ മാല പോയിന്റെ അടുത്ത 2-3 ദിവസങ്ങളിലായിട്ടേ കുറേ പെണ്ണുങ്ങളുടെ മാല പോയിടി. അവരുടെയൊക്കെ കള്ളന്മാരും ഓടിച്ചോണ്ട് പോയി. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ടീം എല്ലാവരും കൂടെ ചേർന്ന് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങും, മാല പോയ ചേച്ചിമാർ. അവിടെ നിൽക്ക്. അയ്യോ, ഇനിയിപ്പോ കരഞ്ഞിട്ടെന്തോ കാര്യം? കരഞ്ഞതുകൊണ്ട് മാല തിരിച്ചു വരുമോ? ഇല്ലല്ലോ, അതൊന്നും വരില്ല. ആണുങ്ങൾ പറഞ്ഞാൽ കേൾക്കണം. ഭർത്താക്കന്മാർ പറഞ്ഞാൽ അത് അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും കേട്ടാ. അയ്യോ, എന്റെ മാല ഇത് ഞാൻ വേറെ മേടിച്ച് കാശ് കൊടുത്ത്. ഭർത്താവിനൊരു വിലയില്ലല്ലോ. എന്നും കടക്കാരൻ എന്നും കടം വാങ്ങിച്ചോണ്ട് പോകണം. 50 രൂപയ്ക്ക് കണക്ക പറഞ്ഞവളെ മാല കിട്ടിയിട്ടുണ്ട്. വേണ്ട, ഇനിയെങ്കിലും ഭർത്താവിനെ ഒന്ന് അംഗീകരിക്കടി. വീണ്ടും കാണിക്കാൻ കൊണ്ടുപോകും.